ലോകത്തിലെ വെള്ളി വ്യാപാരത്തെ തകിടം മറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈന. അതിനാൽ തന്നെ വരും മാസങ്ങളിൽ വലിയ രീതിയിലുള്ള വിലക്കയറ്റമാണ് ഇതിലുണ്ടാകാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ മാസം തന്നെ അതിൻ്റെ വില വർധനവ് കൂടി തുടങ്ങി. എന്തിനാണ് ചൈന ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ലോകത്ത് മുഴുവൻ സൃഷ്ടിക്കുന്നത്? നമുക്കറിയാം, അസംസ്കൃത വെള്ളി ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാന രാജ്യമാണ് ചൈന. ആ ചൈനയാണ് ഇപ്പോൾ കയറ്റുമതി വലിയ രീതിയിൽ തടഞ്ഞു വെച്ചിരിക്കുന്നത്. എന്താണ് ചൈനയുടെ ലക്ഷ്യം? ലോകത്തിലെ വെള്ളിയുടെ ഏറ്റവും സംസ്കരിച്ച റിഫൈൻഡ് സിൽവർ, സംസ്കരിച്ച വെള്ളിയുടെ ഏറ്റവും വലിയ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ചൈന. അതായത് ലോക മാർക്കറ്റിൽ ഇന്ന് ലഭ്യമായിട്ടുള്ള 60-65% വെള്ളി ചൈനീസ് കമ്പനികളാണ് സപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയുള്ള ചൈന ഇന്ന് തൊട്ട് അവിടെ ഒരു പുതിയ നിയമം നടപ്പാക്കി. ചൈനീസ് സർക്കാർ പ്രത്യേക സാങ്ഷൻ കൊടുത്ത, എക്സ്പോർട്ട് ലൈസൻസ് കൊടുത്ത 40-44 കമ്പനികൾക്ക്, 44 തോന്നുന്നു, എണ്ണം എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, അത്ര കമ്പനികൾക്ക് മാത്രമേ ഇനി വെള്ളി കയറ്റുമതി ചെയ്യാനുള്ള അവകാശമുള്ളൂ. ഇന്ന് തൊട്ട് അത് തുടങ്ങുകയാണ്. അതായത് ചൈന ഇപ്പോൾ ശ്രമിക്കുന്നത് ലോകത്തിലെ വെള്ളി വ്യാപാരത്തെ തകിടം മറിക്കുകയും, അപൂർവ ധാതുക്കളുടെ വിപണനം ലോകത്തിൽ എങ്ങനെയാണോ ചൈന തകിടം മറിച്ചത്, അല്ലെങ്കിൽ ആ മേഖലയെ ചൈന എങ്ങനെയാണ് കൈപ്പിടിയിൽ ഒതുക്കിയത്, അതുപോലെ തന്നെ വെള്ളിയുടെ വ്യാപാരവും ചൈന കൈപ്പിടിയിൽ ഒതുക്കാൻ ഉള്ള നീക്കം നടത്തുകയാണ്. അതായത് ഇത് ലോകം മുഴുവൻ നിയന്ത്രിക്കാനുള്ള ചൈനയുടെ ഒരു ഗൂഢപദ്ധതിയുടെ ഭാഗമാണ്. ചൈനയുടെ നമുക്കറിയാം, ചൈനീസ് യുദ്ധതന്ത്രജ്ഞന്മാർ ഇപ്പോഴൊന്നുമല്ല, ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ലാവോസെ യുദ്ധം ചെയ്യാതെ യുദ്ധം വിജയിക്കണമെന്നാണ് ചൈനക്കാരെ പറഞ്ഞത്. കാരണം ഒരു യുദ്ധം നടത്തിയാൽ വിജയിക്കുന്നവനും പരാജയപ്പെടുന്നവനും രണ്ടു കൂട്ടർക്കും നഷ്ടങ്ങളുണ്ടാകും. അതിന് ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട്, പിറിക് വിക്ടറി എന്ന് പറയും. PHYRRIC. പിറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ പ്രയോജനമില്ലാത്ത, അല്ലെങ്കിൽ ഈ വിജയത്തിന് വിജയമാണോ എന്ന് ചോദിച്ചാൽ വിജയമാണ്, വിജയമല്ലയോ എന്ന് ചോദിച്ചാൽ നമുക്ക് പ്രത്യേകിച്ചൊരു നേട്ടവും. അങ്ങനെയാണ് ഇപ്പം മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവർ ജയിച്ചു എന്ന് പറയുന്നെങ്കിലും പാണ്ഡവരുടെ 7 പേരും കൗരവരിലെ 3 പേരും മാത്രമാണ് അവശേഷിച്ചത്. അത്തരം ഒരു വിജയം കൊണ്ട് ആർക്കാണ് പ്രയോജനം? അങ്ങനെ ഒരു പ്രയോജനമില്ലാത്ത വിജയങ്ങളാണ് യുദ്ധങ്ങൾ പലപ്പോഴും സമ്മാനിക്കുന്നത്. ഇത് ചൈനക്കാർ മനസ്സിലാക്കി. ദ ആർട്ട് ഓഫ് വാർഫെയർ അവിടെ ഉണ്ട്, യുദ്ധത്തിൻ്റെ ഒരു കല. അപ്പോൾ അവര് യുദ്ധം ചെയ്യാതെ തന്നെ ജയിക്കണമെന്നാണ്, പോരാടാതെ തന്നെ യുദ്ധം ജയിക്കണം. അങ്ങനെ പോരാടാതെ യുദ്ധം ജയിക്കാൻ വേണ്ടിയാണ് ചൈന ഓരോ മേഖലയെ കൈപ്പിടിയിൽ ഒതുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അപൂർവ ധാതുക്കളുടെ മേഖലയെ അവർ കൈപ്പിടിയിൽ ഒതുക്കി. അങ്ങനെ അമേരിക്കയുടെ F-35 നിർമ്മാണത്തെ വരെ അത് ബാധിച്ചു. അമേരിക്കയുടെ ഇലക്ട്രോണിക് മേഖലയെ അത് ബാധിച്ചു. ഇപ്പൊ ചൈന ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. വെള്ളിയാണ് ലോകത്തിൽ ഇത് ഇലോൺ മസ്ക് ഒരു ട്വീറ്റ് ചെയ്തു. അതായത് ഈ ലോകത്തിലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, ഡിഫൻസ് ഉപകരണങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, പിന്നെ ആഭരണം, അങ്ങനെയൊക്കെയുള്ള വ്യവസായം അത് പോട്ടെ, പക്ഷെ തന്ത്രപ്രധാനപ്പെട്ടമായ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യന് വേണ്ടാന്ന് വെക്കാൻ പറ്റാത്തത്. ഇപ്പം വെള്ളിക്കൊലുസ് ധരിച്ചില്ലെങ്കിലും സ്ത്രീകൾ ജീവിക്കും, കുഴപ്പമൊന്നുമില്ല, അത് വേണ്ടെന്ന് വെച്ചാൽ മതി. പക്ഷേ ഒരു ശസ്ത്രക്രിയ നടത്തുന്ന ഉപകരണത്തിൽ വെള്ളിയുടെ അംശം വേണമെങ്കിൽ, അതുപോലെ ഒരു റേഡിയേഷൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവിൽ വെള്ളി വേണമെങ്കിൽ, ഒരു പ്രതിരോധത്തിന് ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തിൽ വെള്ളി വേണമെങ്കിൽ, സ്വാഭാവികമായിട്ടും വെള്ളി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? വലിയ ബുദ്ധിമുട്ടുകളുണ്ടാവും. ആ ഉപകരണം തന്നെ, നിർമ്മാണം തന്നെ നിലച്ചു പോകും. അപ്പോൾ അങ്ങനെ സംഭവിക്കാൻ വേണ്ടിയാണ് ചൈന ഇത് ചെയ്തത്. അത് മാർക്കറ്റിൽ വലിയ വിലക്കയറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. എന്തെന്നാൽ ഈ കഴിഞ്ഞ വർഷം 2025 വെള്ളിയുടെ വില ഏതാണ്ട് 150% വർദ്ധിച്ചു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് സ്വർണത്തിനാണ് വെള്ളിയേക്കാൾ വളരെയധികം മൂല്യം. പക്ഷേ എങ്കിലും വിലക്കയറ്റം നോക്കുകയാണെങ്കിൽ, വിലക്കയറ്റത്തിൻ്റെ തോത് നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ വർഷം സ്വർണത്തിന് 150% വില വർദ്ധിച്ചില്ല, വെള്ളിക്ക് ഇരട്ടിയിലധികമായി. അതാണ് കഴിഞ്ഞ വർഷം സംഭവിച്ചത്. അതായത് കഴിഞ്ഞ വർഷം 1 കിലോഗ്രാം വെള്ളിക്ക് 90,500 രൂപയായിരുന്നു കിലോയ്ക്ക്, കഴിഞ്ഞ വർഷം തുടക്കത്തിൽ ജാനുവരിയിൽ. അത് ഇപ്പോഴെത്തി നിൽക്കുന്നത് 1 കിലോ വെള്ളിക്ക് 2,32,000 രൂപ എന്ന നിലയിലേക്കാണ്. അപ്പം അതിൻ്റെ വില വർധനവ് നമുക്ക് മനസ്സിലാക്കാം. ഇടയ്ക്ക് ഈ കഴിഞ്ഞ 1-2 ദിവസമായിട്ട് കുറച്ച് വില പെട്ടെന്ന് കുത്തനെ ഇടിഞ്ഞിരുന്നു. പക്ഷേ അത് തൽക്കാലം മാർക്കറ്റിലെ ഒരു കറക്ഷനാണ്.
വീണ്ടും വെള്ളി വില മുകളിലോട്ട് കുതിച്ചു കയറും. ചൈനയുടെ ഈ ഒരു നിയന്ത്രണം, ലോകത്തിന്റെ 65% മാർക്കറ്റിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു രാജ്യം അതിന്റെ കയറ്റുമതി നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും എന്തായിരിക്കും സംഭവിക്കുന്നത്? മാർക്കറ്റിൽ വെള്ളിയുടെ ദൗർലഭ്യം ഉണ്ടാകും. ഡിമാൻഡ് വളരെയധികം കൂടും. എപ്പോഴും സാധാരണഗതിയിൽ ഒരു വസ്തുവിന്റെ വില നിർണ്ണയിക്കുന്നത് എക്കണോമിക്സിൽ പറയും ഡിമാൻഡ് ആൻഡ് സപ്ലൈ തിയറി എന്ന്. അതായത് ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ ഉണ്ടെങ്കിൽ സാധനത്തിന്റെ വില കൂടത്തില്ല. ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറവാണെങ്കിലോ സാധനത്തിന്റെ വില കൂടും. ഇനി സപ്ലൈ കൂടുതലും ഡിമാൻഡ് കുറവുമാണെങ്കിൽ സാധനത്തിന്റെ വില താഴോട്ട് പോകും. അങ്ങനെയാണല്ലോ, അതാണ് ഡിമാൻഡ് സപ്ലൈ തിയറി. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാനന്ന് അതിന്റെ ഒരു ഭാഗം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ആ ഡിമാൻഡ് സപ്ലൈ തിയറി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ചൈനയുടെ ഈ ഏറ്റവും ഒടുവിലത്തെ മാർക്കറ്റിലെ ഇടപെടൽ വെള്ളിക്ക് വില കുതിച്ചു കയറാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഇന്നലെ ചില വാർത്തകളൊക്കെ വന്നിരുന്നു. അമേരിക്കയിലെ ഒരു പ്രമുഖ ബാങ്ക് രാത്രി ആയപ്പോഴത്തേക്ക് പാപ്പരായിരുന്നു. അത് പെട്ടെന്ന് ഫെഡറൽ റിസർവ് 17 ബില്യൺ US$ ആ ബാങ്കിൽ കൊടുത്തിട്ട് അവരുടെ കടങ്ങൾ പെട്ടെന്ന് തിരിച്ചടക്കി അവർ പാപ്പരാകുന്നതിൽ നിന്നും അവര് രക്ഷപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. കാരണം അവർക്ക് സംഭവിച്ച ഈ വെള്ളിയിലുള്ള അവരുടെ നിക്ഷേപമാണ്. വെള്ളിയുടെ വില ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് താഴേക്ക് പോയി. ആ താഴേക്ക് അവർ ഉയർന്ന വിലയ്ക്കാണ് വാങ്ങിച്ചത്. താഴേക്ക് പോയത് ഈ ചൈന പെട്ടെന്ന് മാർക്കറ്റിലേക്ക് വെള്ളി വിറ്റു, പെട്ടെന്ന് വീണ്ടും അത് തിരിച്ചു വാങ്ങിച്ചു. അതായത് ചൈന ഇനി സൃഷ്ടിക്കാൻ പോകുന്നത് മാർക്കറ്റിൽ വലിയൊരു അസ്ഥിരത ഉണ്ടാക്കും. ചൈന പെട്ടെന്ന് കയ്യിലുള്ള ഒരു ശേഖരം ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ മാർക്കറ്റിൽ അങ്ങ് വിൽക്കാൻ തുടങ്ങും. ലോകത്തിലെ ഏറ്റവും വലിയ മെറ്റൽ മാർക്കറ്റ് ഇപ്പോൾ ഷാങ്ഹായ് ഈ മെറ്റൽ മാർക്കറ്റാണ്. അവിടെയാണ് സ്വർണവും പിന്നെ വെള്ളിയും ഒക്കെ. ഇപ്പൊ പണ്ട് ഇതിന്റെയൊക്കെ കുത്തക പാശ്ചാത്യ ലോകത്തായിരുന്നു, ബ്രിട്ടനായിരുന്നു, ലണ്ടനിലായിരുന്നു. അപ്പൊ ഇന്ന് അത് ലണ്ടനിൽ നിന്നും ഷാങ്ഹായിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഗൗതമൻ അറിയാം, ഇന്ത്യ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ലണ്ടനിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണമൊക്കെ നമ്മളിങ്ങ് എടുത്തുകൊണ്ട് വന്നു. നമ്മൾ സ്വന്തമായിട്ട് വോൾട്ടുകൾ പണിയാൻ തുടങ്ങി സൂക്ഷിക്കാനാണ്. എന്താണെന്ന് വെച്ചാൽ ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ബ്രിട്ടനിലൊക്കെ സൂക്ഷിച്ചിരുന്ന റഷ്യയുടെ സ്വർണം തിരിച്ചു കൊടുക്കണ്ട എന്ന് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ തീരുമാനിച്ചത് ഈ പാശ്ചാത്യ രാജ്യങ്ങളുടെ ിലുള്ള വിശ്വാസം ലോകത്തിന് മുഴുവൻ നഷ്ടപ്പെട്ടു. ഇനി ആരും അത് ചെയ്യത്തില്ല. ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പിന്നെ പച്ചവെള്ളം കണ്ടാലും പേടിക്കും. ഇപ്പൊ അതാണ്. ഇപ്പൊ ഇനി ഒരു കുഴപ്പവും പറ്റിയില്ലെന്ന് പറഞ്ഞാലും ന്യൂയോർക്കിലും അതുപോലെ തന്നെ ലണ്ടനിലും ഒന്നും സ്വർണം സൂക്ഷിക്കാൻ ലോകത്തിൽ ഒരു രാജ്യവും തയ്യാറാവുന്നില്ല. ഇത് ചൈന മുതലെടുത്ത് ചൈന സ്വന്തമായിട്ട് ഒരുപാട് വോൾട്ടുകൾ പണിയുകയാണ് ഏഷ്യയിൽ പലയിടത്തും. എന്നിട്ട് അവിടെ പിന്നെ ചൈനയുടെ മേൽനോട്ടത്തിൽ സ്വർണം സൂക്ഷിക്കാം. ആ സ്വർണവും വെള്ളിയും ഒക്കെ നമുക്ക് ഷാങ്ഹായ് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാം. പുതിയ മെറ്റൽ വ്യാപാരത്തിന്റെ കേന്ദ്രമായിട്ട് ചൈന മാറുകയാണ്. ലോക സമ്പദ്ഘടനയെ കൈപ്പിടിയിൽ ഒതുക്കുന്നതിന്റെ ഭാഗമായിട്ട് യുദ്ധം കൂടാതെ തന്നെ ലോകത്തെ നിയന്ത്രിക്കാനാണ് ചൈന ശ്രമിക്കുന്നത്. അങ്ങനെ സമ്പദ്ഘടന ചൈനയുടെ കൈവശം എത്തുന്നതിന് വേണ്ടിയാണ് ചൈന ഈ ഇടപെടൽ നടത്തുന്നത്. അപ്പം വരും ദിവസങ്ങളിൽ വെള്ളിയുടെ മാർക്കറ്റിൽ വലിയ അസ്ഥിരത ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ചൈന ഇതിന്റെ വ്യാപാരം കൈപ്പിടിയിൽ ഒതുക്കി ലോകത്തെ തന്നെ ഇത് അടിസ്ഥാനമാക്കി നിർമ്മിക്കുന്ന വ്യവസായങ്ങളെയൊക്കെ തകിടം മറിക്കാനും അവർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കാനും ചൈനയുടെ ആധിപത്യം എല്ലാ മേഖലകളിലും ഉറപ്പിക്കുവാനായിട്ട് ഇത്തരം നടപടികൾ വരും ദിവസങ്ങളിലൊക്കെ ചൈന വലിയ തോതിൽ തന്നെ നടത്തും എന്ന് ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്ക് പല മേഖലകളെയും ഇന്ന് സ്വാധീനിക്കാൻ കഴിയും. കാരണം അത്ര വലിയൊരു ഇൻഡസ്ട്രിയൽ ബേസ്, വ്യവസായ അടിത്തറ അടിസ്ഥാന സൗകര്യങ്ങൾ ചൈന കെട്ടിപ്പടുത്തിയിരിക്കുന്നു. ഇത് വരും ദിവസങ്ങളിൽ എന്തായാലും ശരി വെള്ളിയുടെ വില കൂടും. അതുപോലെ തന്നെ മാർക്കറ്റിൽ വലിയ പ്രക്ഷുബ്ധതകൾ ഉണ്ടാകും. വരും ദിവസങ്ങളിൽ നമുക്ക് ചൈനയുടെ പുതുതായിട്ട് ചൈന ലക്ഷ്യം വെക്കുന്നത് ഏത് മാർക്കറ്റിനെ തകിടം മറിക്കാനാണ് എന്ന് നമുക്ക് വാച്ച് ചെയ്യാം. വരും ദിവസങ്ങളിൽ കുറച്ച് വിശദാംശങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം.